ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാരിഫ് ടെക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്സപ്പിൽ ഡിലീറ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ എങ്ങനെ റീസ്റ്റോർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, മെസ്സേജുകളെല്ലാം ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ വിട്ടുപോയാൽ ഡിലീറ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ എങ്ങനെ റീസ്റ്റോർ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെയൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് വാട്സപ്പിൻ്റെ ബാക്കപ്പിനെ കുറിച്ചാണ്. നമുക്കറിയാം, വാട്സപ്പിൻ്റെ സെറ്റിങ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് നമുക്ക് വാട്സപ്പിൻ്റെ ബാക്കപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഒരു പക്ഷേ നമ്മൾ ബാക്കപ്പ് എടുക്കാൻ മറന്നിട്ടോ മറ്റോ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്ത് പോയാൽ നമുക്ക് എങ്ങനെ ആ ചാറ്റുകളെ റീസ്റ്റോർ ചെയ്തെടുക്കാം, അതായത് 7 ദിവസം വരെയുള്ള ചാറ്റുകൾ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ കഴിയും. അതെങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ പോയി എൻ്റെ ചാറ്റ് ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ചാറ്റ് സെലക്ട് ചെയ്തു, ഇവിടെ ചാറ്റ് ഹിസ്റ്ററി കാണാം, ഇവിടെ ഡിലീറ്റ് ഓൾ ചാറ്റ്സ് എന്ന ഓപ്ഷൻ കാണാം. ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ വാട്സപ്പിലെ കോൺവെർസേഷൻ എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്കത് റീസ്റ്റോർ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇൻറ്റേർണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. ഇൻറ്റേർണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാട്സപ്പ് എന്നൊരു ഫോൾഡർ നമുക്ക് കാണാം. വാട്സപ്പ് എന്നൊരു ഫോൾഡർ കാണാം, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റാബേസ് എന്നൊരു ഫോൾഡർ കാണാം, അത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫയൽസുകൾ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫയൽസ് ആയിട്ടുള്ള msg.db.crypt12 എന്നൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് റിനെയിം ചെയ്യണം. ഇത് റിനെയിം ചെയ്യുക. റിനെയിം ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഈ MSG ഈ സ്റ്റോർ എന്നതിന് മുമ്പായി ബാക്കപ്പ് ഹൈഫൺ എന്ന് ടൈപ്പ് ചെയ്യുക. ബാക്കപ്പ് ഹൈഫൺ എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഓക്കെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ msg.db.crypt12 എന്ന ഫയലിൻ്റെ നെയിം നമ്മൾ മാറ്റി ബാക്കപ്പ് ഹൈഫൺ എന്ന് ഫ്രണ്ടിൽ കൊടുത്തു. അതിനുശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൾഡർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫയൽ MSG സ്റ്റോർ -2019-10-13.1.db crypt എന്നൊരു ഫയൽ കാണാം. അതിനെ റിനെയിം ചെയ്യണം. അതിനെ റിനെയിം ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ date.1 അത് ഒഴിവാക്കുക. ഇവിടെ കാണുന്ന ഡേറ്റ് ഒഴിവാക്കുന്നു, അതോടൊപ്പം തന്നെ .1 എന്നുള്ള ഇതും ഒഴിവാക്കുന്നു, ഹൈഫോണും ഒഴിവാക്കുന്നു. ഇപ്പോൾ msg.db.crypt12 എന്ന് മാത്രമാണ് അതിൻ്റെ നെയിം. അങ്ങനെ തന്നെ സേവ് ചെയ്യുക. ഇത്ര ചെയ്തതിന് ശേഷം നമുക്ക് ഇനി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് സെലക്ട് ചെയ്യുന്നു. സെറ്റിംഗ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആപ്സ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ആപ്ലിക്കേഷൻ മാനേജർ കാണാം, അത് ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വാട്സപ്പ് എന്ന ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. ഇവിടെ വാട്സപ്പ് കാണാം, അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റോറേജ് സെലക്ട് ചെയ്യുന്നു. സ്റ്റോറേജ് സെലക്ട് കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ഡാറ്റ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം, ക്ലിയർ ഡാറ്റ ചെയ്യുക, ഓക്കെ ചെയ്യുക. ഇപ്പോൾ വാട്സപ്പിൻ്റെ ഡാറ്റ നമ്മൾ ക്ലിയർ ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോ കാണാൻ സാധിക്കും. നമ്മൾ അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നമ്മുടെ മൊബൈൽ നമ്പർ പ്രൊവൈഡ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ വിൻഡോ കാണാം, ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു കൺഫർമേഷൻ OTP വരുന്നതായിരിക്കും. നമ്മുടെ ഈ മൊബൈൽ നമ്പറിലോട്ടൊരു കൺഫർമേഷൻ OTP വരുന്നതായിരിക്കും. നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്നുണ്ട്. OTP വന്നു, അത് ഓട്ടോമാറ്റിക്കലി തന്നെ വെരിഫൈഡ് ആകും. അതിനുശേഷം നമുക്കിവിടെ ബാക്കപ്പ് ഓപ്ഷൻ കാണുന്നുണ്ട്, അതിന് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അലോ ചെയ്യുക. വാട്സപ്പ് അലോ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തന്നെ അവിടെ എല്ലാ
ചാറ്റുകളും റീസ്റ്റോർ ആവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മെസ്സേജസ് എല്ലാം തന്നെ റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതല്പം സ്ലോ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അത് റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ റീസ്റ്റോർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത എല്ലാ മെസ്സേജും തന്നെ നമുക്ക് തിരിച്ചു കിട്ടുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ റീസ്റ്റോറിങ് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ പ്രൊഫൈൽ ഇൻഫർമേഷൻ കൊടുക്കുക, അവിടെ നമ്മുടെ നെയിം പ്രൊവൈഡ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇനീഷ്യലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ടായി. ഈ ഇനീഷ്യലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നമ്മുടെ എല്ലാ ഡിലീറ്റ് ആയിട്ടുള്ള എല്ലാ മെസ്സേജുകളും നമുക്ക് റീസ്റ്റോർ ആയി ലഭിക്കുന്നതാണ്. ഈ ഇനീഷ്യലൈസേഷൻ പൂർത്തിയാവുന്നതോടെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മെസ്സേജസ് നമുക്ക് റീസ്റ്റോർ ആയി ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ റീസ്റ്റോർ ആയി ലഭിക്കുന്നത് ഒരു വീക്കിലുള്ള, അതായത് 7 ദിവസത്തെ റീസ്റ്റോറിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ബാക്കപ്പ് ചെയ്യാൻ മറന്നുപോയി, അതല്ലെങ്കിൽ നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ അത്ര ശ്രദ്ധിച്ചില്ല, അതെങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഈ രൂപത്തിലൂടെ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാം. അതായത് ഏകദേശം 1 വീക്ക് റീസ്റ്റോറിംഗ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഇനീഷ്യലൈസേഷൻ കംപ്ലീറ്റ് ആവാറായി. നമ്മുടെ ഇനീഷ്യലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മെസ്സേജസും ഇവിടെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അക്കൗണ്ട് ആഡ് ചെയ്യുകയാണ്. അതായത് ബാക്കപ്പ്, വീക്കിലി ബാക്കപ്പ് ഓപ്ഷനും ഇവിടെ കൊടുക്കുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ എല്ലാ മെസ്സേജസും തന്നെ റീസ്റ്റോർ ആയി വന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തു, എല്ലാ മെസ്സേജും റീസ്റ്റോർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിലീറ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ റീസ്റ്റോർ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെയൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.